വേദിയിലുള്ള വളരെ പ്രബുദ്ധരായ സദസ്സിലെ സഹോദരന്മാരെ, സഹോദരികൾ, മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനന്തരാവകാശ നിയമങ്ങൾ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശകർ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹു തന്നെ പലതിനും ഖുർആനിൽ മറുപടി പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പണ്ഡിതന്മാർ ആ വിമർശനങ്ങളെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളുകയും അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ചില വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിമർശകർ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം യുവതയെ ആ വിഷയം വളരെയേറെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സിനുള്ളിൽ സംശയത്തിൻ്റെ വലിയൊരു കൂമ്പാരം തന്നെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നു. പുറമേക്ക് നമുക്ക് വളരെ നല്ല മുസ്ലിങ്ങളായി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഉള്ളിലേക്ക് വിശ്വാസത്തിൻ്റെ ഒരുപാട് ഫിത്നകൾ അവരുടെ ഹൃദയത്തിൽ വളരെ വ്യാപകമായി അത് പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 4 കാര്യങ്ങളിലാണ് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് കണക്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നിർദ്ദേശിച്ച അനന്തരാവകാശ നിയമങ്ങളുടെ കണക്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലൊന്ന്. മറ്റൊന്ന്, സഹോദരന്മാർക്കിടയിൽ അവകാശങ്ങൾ നൽകുന്നതിലുള്ള വിഭജനം അല്ലെങ്കിൽ വേർതിരിവ് ഉണ്ട് എന്നുള്ള ഒരു ആരോപണമാണ്. മൂന്നാമത്തെ ഒരു ആരോപണം, ഒരാൾക്ക് പെൺമക്കൾ മാത്രമായി പോകുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ. അത് പലപ്പോഴും പെൺമക്കൾ മാത്രമാവുകയാണെങ്കിൽ ഒരു വശം അത് സഹോദരന്മാരിലേക്ക് നീങ്ങിപ്പോകുന്ന, അവകാശം നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചും വിമർശന വിധേയമാക്കാറുണ്ട്. നാലാമതായി, പൗത്രന്മാരുടെ അവകാശം. ഒരാൾ മരണപ്പെടുന്നതിനേക്കാളും മുമ്പേ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മകൻ്റെ മക്കൾക്ക്, പൗത്രന്മാർക്ക് അവകാശം ലഭിക്കുകയില്ല എന്ന് പറയുന്ന ഒരു രീതിയും ഒരു അഭിപ്രായം കൂടി, ഒരു വിമർശനം കൂടി. ഇങ്ങനെ വളരെ പ്രധാനമായും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് 4 വിഷയങ്ങളിലാണ് വിമർശനങ്ങൾ ഉയരാറുള്ളത്. ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ആദ്യം കാണിക്കുന്ന കണക്കിലെ പ്രശ്നം എന്നുള്ള വിഷയമാണ്. കാരണം മറ്റു കാര്യങ്ങൾ അത് നമ്മുടെ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വളരെയേറെ വ്യാപകമായി അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വർഷങ്ങളായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ആ മറ്റു 3 വശങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സെഷൻ്റെ വളരെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കണക്കിലെ പ്രശ്നം എന്നുള്ള സംഗതിയാണ്. എന്താണ് കണക്കിലെ പ്രശ്നം? ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്നത് അള്ളാഹുവിന് കണക്കറിയില്ല, അള്ളാഹുവിന് കണക്ക് പറയുമ്പോൾ തെറ്റിപ്പോയി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഉണ്ടാക്കിയ ഗോത്ര ദൈവമായ അള്ളാഹു ആയതുകൊണ്ടാണ് അള്ളാഹുവിന് കണക്ക് തെറ്റിയത് എന്നാണ് അവരുടെ ആരോപണം. അപ്പം അവരുന്നയിക്കുന്ന ഒരുപാട് സംഗതികളിൽ കണക്കിന് നമ്മളെ സമീപിച്ച രീതി, അനന്തരാവകാശി ബന്ധപ്പെട്ട ഓഹരി വെക്കുന്ന സമയത്ത് അതിൻ്റെ കണക്കിനെ നാം സമീപിച്ച രീതിയിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി അതിൽ ഒരു സാഹചര്യം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. അതായത് ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മാതാവ്, പിതാവ്, 2 പെൺമക്കൾ, ഭാര്യ, ഇത്രയും ആളുകൾ അവകാശികളായി അവശേഷിക്കുന്ന, അനന്തരമെടുക്കുന്ന ഒരു ഘട്ടമാണ്. ഇതുപോലുള്ള പല ഘട്ടത്തിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സൗകര്യത്തിന് വേണ്ടി ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഖുർആന്റെ നിർദ്ദേശപ്രകാരം മാതാവിന് 6-1 അവകാശം നൽകണം,
പിതാവിന് 1/6 അവകാശം നൽകണം. 2 പെൺമക്കൾ, 2 2-ലധികമോ പെൺമക്കളാണെങ്കിൽ 3/2 അവകാശം നൽകണം. ഭാര്യയ്ക്ക് നൽകുന്ന അവകാശം എന്ന് പറയുന്നത് 8/1. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു ക്രിയാരൂപത്തിൽ എങ്ങനെയാണ് ഓഹരി വെക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1,20,000 രൂപ ഉണ്ടാവുകയാണെങ്കിൽ, മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരം എടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. മാതാവിന് 1,20,000-ന്റെ 1/6 എന്ന് പറയുന്നത് 20,000 രൂപയാണ്, അത് നൽകണം. പിതാവിന് 1,20,000-ന്റെ 1/6 എന്ന് പറയുന്ന 20,000 കൊടുക്കണം. 2 പെൺമക്കൾക്ക് 1,20,000-ന്റെ 3/2 എന്ന് പറയുന്ന 80,000 രൂപ കൊടുക്കണം. ഭാര്യയ്ക്ക് 1,20,000-ന്റെ 8/1 എന്ന് പറയുന്ന 15,000 രൂപ കൊടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ സങ്കലനം ചെയ്യുകയാണെങ്കിൽ അത് മാതാവിൻ്റെ 1/6, പിതാവിൻ്റെ 1/6, പെൺമക്കളുടെ 3/2, ഭാര്യയുടെ 8/1. ഇതിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 1,35,000 രൂപ വേണ്ടി വരും. യഥാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അനന്തരം എടുക്കാനുള്ളത് 1,20,000 രൂപ മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തെയാണ് നിരീശ്വരവാദികൾ പ്രശ്നവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ച രീതിയെ അതേപടി എടുത്തുകൊണ്ട് ഖുർആനെ വളരെ വൈജ്ഞാനികമായി അപഗ്രഥിക്കാൻ അവർ തയ്യാറാകാതെ, ഖുർആൻ ഏത് രീതിയിലുള്ള കണക്കാണ്, ഏത് രീതിയിലുള്ള മാത്തമാറ്റിക്സ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊരു പഠനം പോലും നടത്താതെ, എന്നാൽ നമ്മൾ മുന്നോട്ട് വെച്ച, മുസ്ലിം ലോകം മുന്നോട്ട് വെച്ചൊരു കണക്കുണ്ട്, ആ കണക്കിനെ അവലംബിച്ചുകൊണ്ട് ആണ് പ്രശ്നവൽക്കരിക്കുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന്, ഒരാൾ മരണപ്പെടുന്ന സമയത്ത് 24 ആപ്പിള് അല്ലെങ്കിൽ 24 മാങ്ങ ഉണ്ടെന്ന് സങ്കല്പിക്കാം. 24 ആപ്പിൾ ഉണ്ടെങ്കിൽ 24-ന്റെ 3/1 ആപ്പിള് ഭാര്യയ്ക്ക്, 8/1 ആയിട്ടുള്ള ആപ്പിള് ഭാര്യയ്ക്ക് നൽകേണ്ടത്, അഥവാ 3 ആപ്പിള് ഭാര്യയ്ക്ക് നൽകണം. മാതാവിനെ സംബന്ധിച്ചിടത്തോളം 24-ന്റെ 6/1 അഥവാ 4 ആപ്പിള് മാതാവിന് നൽകണം. 24-ന്റെ 6/1 ആപ്പിള് പിതാവിന് നൽകണം, 4 ആപ്പിള് പിതാവിന് നൽകണം. അതുപോലെ തന്നെ പെൺമക്കൾക്ക് 24-ന്റെ 3/2 അഥവാ 16 ആപ്പിള് പെൺമക്കൾക്ക് നൽകണം. അപ്പോൾ മാതാവിന് 4 ആപ്പിള്, പിതാവിന് 4 ആപ്പിള്, 2 പെൺമക്കൾക്ക് 16 ആപ്പിള്, ഭാര്യയ്ക്ക് 3 ആപ്പിള്. ഇതൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ ആകെ 27 ആപ്പിൾ വേണം. നമ്മളെ കയ്യിലുള്ളത് 24 ആപ്പിളാണ്. അപ്പോൾ 3 ആപ്പിൾ അവിടെ ഷോർട്ടാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കീർണത. അപ്പോൾ ഈ സങ്കീർണത പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം ലോകം സ്വീകരിച്ച ഒരു സൊല്യൂഷൻ, ഈ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് ഈ പ്രശ്നം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നം വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ടുള്ള ചർച്ചകളോ അതുമായിട്ടുള്ള ഹദീസുകളോ നമുക്ക് കാണാൻ കഴിയില്ല. ഈ പ്രശ്നം വരുന്നത് ആദ്യമായി മുസ്ലിം ലോകത്ത് ഉടലെടുക്കുന്നത് ആദരണീയായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം, ഈ ഒരു കേസല്ല, ഇതുപോലെ സമാനമായിട്ടുള്ള മറ്റൊരു കേസ്, ഷോർട്ടേജ് വരുന്ന ഒരു കേസ് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു പ്രമുഖനായ സഹാബിയായ അബ്ബാസ് റളിയല്ലാഹു വിളിച്ചുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു ആദ്യം പറയുന്ന ഉത്തരം എന്ന് പറയുന്നത്, 6 കാരൊക്കെ എന്നോട് തന്നിട്ട് 7 പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കും എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് അത് 7 വരുന്നത്, ഇപ്പോൾ ഇവിടെ 27 വരുന്ന പ്രശ്നമാണ് വരുന്നത്, അവിടെ 6ഉം 7 ഇപ്പോൾ സംഗതിയാണ്. ഇപ്പോൾ ഇവിടെ 24 ഉള്ളത് നമുക്ക് 27 ആക്കേണ്ടതാണ്. ആ ഒരു മസേലയിൽ 6 ഉള്ളതിന് 7 ആക്കേണ്ടതായിരുന്നു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യം, എൻ്റെ അടുത്ത് കയ്യിൽ 6 കാരൊക്കെ തന്നിട്ട് ഞാൻ അതിനെ 7 ആക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ആദ്യത്തെ ചോദ്യം. പക്ഷെ പിന്നീട് അതിനൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടായ സമയത്ത് അന്നത്തെ അബ്ബാസ് റളിയല്ലാഹു അതുപോലെ തന്നെയുള്ള അഗ്രഗണ്യരായിട്ടുള്ള സഹാബിമാരൊക്കെ ആലോചിച്ചുകൊണ്ട് ഔല് എന്ന് പറയുന്ന ഒരു പരിഹാരം ഉണ്ടാക്കിയാണ്. ഔല് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രൊപ്പോഷനിലായി കുറക്കുക എന്നുള്ളതാണ്. ഒരാളുടെ മാത്രം കുറക്കാതെ എല്ലാവരുടെ അവകാശങ്ങളിലും പ്രൊപ്പോഷനിൽ ആനുപാതികമായി കുറക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രൊപ്പോഷനിൽ കുറക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ മാങ്ങയുടെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ
24 മാങ്ങ ഉണ്ടായെടുത്ത് 27 മാങ്ങയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പം 4 കിട്ടേണ്ട മാതാവിന് ഏകദേശം 3.6 മാങ്ങയാണ് കിട്ടുക. 3 മുഴുവൻ മാങ്ങയും 1 മാങ്ങയുടെ 60% കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആനുപാതികമായി കുറക്കുന്ന ഒരു ഔല് എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ ഔല് എന്ന് പറഞ്ഞാലും ഒരു മാത്തമാറ്റിക്സ് തന്നെയാണ്. ഔല് എന്ന് പറഞ്ഞാലും മാത്തമാറ്റിക്സ് തന്നെയാണ്. നിലവിൽ നിങ്ങളിൽ പല ആളുകളും ഷെയർ മാർക്കറ്റിലൊക്കെ പരിചയമുള്ള ആളുകൾ, അക്കൗണ്ടൻസി പഠിച്ച ആളുകളുണ്ടാവും, കൊമേഴ്സിന്റെ അഗ്രഗണ്യരായിട്ടുള്ള ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഷെയർ മാർക്കറ്റിൽ ഇന്ന് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ രീതി തന്നെയാണ്. ഔലിന് സമാനമായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഈ ഔല് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അന്നത്തെ സ്വഹാബിവര്യന്മാർ വളരെയേറെ വിപ്ലവകരമായിട്ടുള്ള ഒരു പരിഹാരമാണ്, ഒരു മാത്തമാറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ അന്ന് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്രയും വളരെ അവരുടെ ആത്മാർത്ഥതയുടെ ഒരു പക്ഷേ ഫലമായിരിക്കാം, അത്രയും വളരെ കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ്. അതായത് എല്ലാവർക്കും ആനുപാതികമായി കുറക്കുക എന്ന് പറയുന്ന, ഷെയർ മാർക്കറ്റിൽ സാധാരണ സംഭവിക്കുന്നത്, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ 1000 ഷെയർ സ്വീകരിക്കാൻ തീരുമാനിക്കുന്ന ഒരു കമ്പനി 1000 രൂപയുടെ 1000 ഷെയർ 10 ലക്ഷം രൂപയുടെ ഷെയർ സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് 1000 ഷെയറിന് പകരം ചിലപ്പോൾ 2000 അപേക്ഷകൾ വന്നു വരാം. നമുക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് 1000 ഷെയറാണ്. പക്ഷേ സംഭവിക്കുന്നത് 2000 ഷെയറിൻ്റെ റിക്വസ്റ്റ് വരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ കമ്പനിക്കാർ ചെയ്യുന്നത് ഒന്നുകിൽ ആദ്യം അപേക്ഷിച്ച 1000 ആളുകൾക്ക് ഷെയർ കൊടുക്കും. ആദ്യം അപേക്ഷിച്ച 1000 ആൾക്ക് ഷെയർ കൊടുത്തുകൊണ്ട് ആ കമ്പനി അവരുടെ ഷെയർ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അതല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത്, അക്കൗണ്ടൻസിയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഷെയർ മാർക്കറ്റ് ബന്ധപ്പെട്ട കണക്ക് പഠിച്ച ആളുകൾക്കറിയാം, പ്രോ റാറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ചോദിക്കുന്നത് ബണ്ടുകളായിരിക്കും. 50ന്റെ അല്ലെങ്കിൽ 100ന്റെ ഒക്കെ ബണ്ടുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ 100 ചോദിച്ച ആൾക്ക് 1000 വേണ്ടടുത്ത് 2000ന്റെ അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നേരെ ഇരട്ടിയാണ് അപേക്ഷ വന്നത്. അപ്പോൾ എല്ലാവർക്കും കുറക്കുന്നു എന്നുള്ളതാണ്, ആനുപാതികമായി കുറക്കുന്ന ഒരു രീതിയാണ്. അതിനാണ് പ്രോ റാറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. 200 ചോദിച്ചവർക്ക് 100 കൊടുക്കും, 150 ചോദിച്ചവർക്ക് 75 കൊടുക്കും, 100 ചോദിച്ചവർക്ക് 50 കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ എത്രയാണോ അപേക്ഷ വന്നിട്ടുള്ളത്, ബണ്ടിലെ അപേക്ഷ വന്നിട്ടുള്ള, അവർ ചോദിച്ചതിൻ്റെ നേരെ പകുതി കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് പ്രോ റാറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സമാനമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നമുക്ക് ഔലിന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആനുപാതികമായിട്ട് കുറക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഔല് എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരമാണ്. ഒരു പ്രശ്നം അവിടെ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നത്തെ നമ്മൾ സമീപിച്ച രീതിയിൽ, അല്ലെങ്കിൽ ആ പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. പ്രശ്നം അള്ളാഹു ഒരിക്കലും ഉണ്ടാക്കുകയില്ലല്ലോ. അള്ളാഹു പ്രശ്നം ഉണ്ടാക്കുകയും ആ പ്രശ്നത്തിന് മനുഷ്യൻ പരിഹാരം നൽകേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം ഈ ഒരു വിഷയമാണ് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വളരെ വ്യാപകമായി നമ്മുടെ യുവതയുടെ ഇടയിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അടുത്ത കാലത്ത് നിങ്ങൾ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കോഴിക്കോടുള്ള ഒരു സലായി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇസ്ലാം മതം വിടാണ്ടായ കാരണമായി പറഞ്ഞത് ഈ ഒരു കണക്കായിരുന്നു. കണക്കറിയാത്ത അള്ളാഹുവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തുമായി പേഴ്സണൽ കുറേ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ ഈ കണക്കിനെ അതിൻ്റെതായ രീതിയിൽ കൃത്യമായി പഠിക്കാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു കണക്കുണ്ട്, ആ കണക്കിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ഖുർആനെ വിധിയെഴുതിയതാണ് ഇവർക്ക് സംഭവിച്ച പാകപ്പിഴ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആന്റെ അനന്തരാവകാശ നിയമങ്ങളിൽ സൂറത്ത് നിസായിലെ 3 വളരെ അതിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് സൂറത്ത് നിസായിലെ 3 ആയത്തുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിലൊന്ന് സൂറത്ത് നിസായിലെ 11-ാമത്തെ ആയത്ത്, നിസായിലെ തന്നെ 12-ാമത്തെ ആയത്ത്, നിസായിലെ 176-ാമത്തെ ആയത്ത്. ഈ 3 ആയത്തുകളിലാണ് അനന്തരാവകാശ നിയമങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഇതിൻ്റെ അനന്തരാവകാശ നിയമത്തിൻ്റെ അടിത്തറ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് സൂറത്ത് നിസായിലെ 11-ാമത്തെ ആയത്താണ്. ഈ 11-ാമത്തെ ആയത്ത് യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിലാണ് അനന്തരാവകാശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംഗതികളും പറഞ്ഞിരിക്കുന്നത്. അഥവാ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന അടുത്ത ബന്ധുക്കൾ, രക്തബന്ധുക്കളുടെ മുഴുവൻ അവകാശങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ 11-ാമത്തെ ആയത്തിൽ എന്നുള്ളതാണ്. ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തബന്ധുക്കൾ വരുമ്പോൾ മാതാവുണ്ടാവാം, പിതാവുണ്ടാവാം, മക്കളുണ്ടാവാം, ഇങ്ങനെയുള്ള
രക്തബന്ധുക്കളുടെ ആദ്യഘട്ടത്തിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആൺമക്കളുണ്ടെങ്കിൽ ഒരു കാരണവശാലും മക്കളുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും പുറത്തേക്ക് അനന്തരാവകാശം പോവുകയില്ല. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഈ മാതാവ് പിതാവ് അതിനപ്പുറത്തേക്ക്, പിന്നെ മക്കളുണ്ടെങ്കിൽ പെൺമക്കൾ, അതിനപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ അനന്തരാവകാശം ഒരു കാരണവശാലും പോവുകയില്ല. അപ്പോൾ രക്തബന്ധുക്കളുടെ ആദ്യഘട്ടം എന്ന് പറയുന്ന ഈ മക്കള്, മാതാവ്, പിതാവ്, ഇതാണ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഗതി. ഇവരുടെ അവകാശങ്ങൾ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല 11-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പറയുന്നത്, ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണയുടെ അവകാശം പറയുന്നില്ല എന്നുള്ളതാണ്. 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശികളുടെ രക്തബന്ധുക്കളുടെ, ആ രക്തബന്ധുക്കളുടെ ആദ്യഘട്ടത്തിലെ മുഴുവൻ ആളുകളുടെയും അവകാശങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഇണയുടെ അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല എന്നുള്ളതാണ്. ആ ആയത്ത് തീരുന്നത് ഫരീളത്തു മിനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 11-ാമത്തെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഫരീളത്തു മിനല്ലാഹ്. ഇതാണ് ഓഹരി വെക്കേണ്ട അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനന്തരാവകാശ നിയമങ്ങളെ, ഇസ്ലാമിലെ ഖുർആനിലെ അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങളെ മൊത്തത്തിൽ പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത്, അതിൻ്റെ ടേം എന്ന് പറയുന്നത് ഫറായിദാണ്. ഇൽമുൽ ഫറായിദ് എന്നാണ് പറയുക. ആ ഇൽമുൽ ഫറായിദിന്റെ ഫറായിദ് രൂപപ്പെടുന്നത് ഈ ഫരീയത്ത് നിന്നാണ്. 11-ാമത്തെ ആയത്തിലെ ഫരീയത്ത് നിന്നാണ് പെടുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫരീയത്താണ്, ഇത് നിയമമാണ് എന്ന് പറഞ്ഞെടുത്ത് രക്തബന്ധുക്കളുടെ ആദ്യഘട്ടത്തിൽ വരുന്ന ആളുകളുടെ അവകാശങ്ങൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് 12-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളുടെ അവകാശം അത് പ്രത്യേകമായി പറയുകയാണ്. ഈ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു അവകാശങ്ങൾ പറഞ്ഞ സമയത്ത് കുറേ പാറ്റേണുകളായിട്ട് പറഞ്ഞവ കാണാൻ കഴിയും. പാറ്റേണുകൾ എന്ന് പറയുമ്പോൾ പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത സാഹചര്യത്തിൽ ഓഹരി വെക്കുമ്പോൾ ആ നിശ്ചിത സാഹചര്യത്തിലെ മുഴുവൻ അവകാശികളും സന്നിഹിതരാവുകയാണെങ്കിൽ ഒരു നിലക്കും കമ്മിയോ ഒരു നിലക്കും അധികമോ ആവാത്ത ഒരു സാഹചര്യം. അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മാതാവ്, പിതാവ്, രണ്ടോ രണ്ടിലധികമോ പെൺമക്കൾ ജീവിച്ചിരിക്കുന്നു. ഇത് ആ ഒരു സാഹചര്യത്തിന്റെ പരമാവധി ആണ്. കാരണം ഇവിടെ ആൺമക്കൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരുന്നില്ല. കാരണം ആൺമക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, പിതാവിന്റെയും മാതാവിന്റെയും അവകാശം ആദ്യം മാറ്റിവെക്കുന്നു, ബാക്കിയുള്ളത് ആണിന് പെണ്ണിന്റെ ഇരട്ടി എന്ന നിലയിലേക്ക് അത് ഓഹരി വെച്ച് തീർക്കുന്നു. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ നിശ്ചിത അവസ്ഥ പറയാത്തതുകൊണ്ട്, മക്കൾക്ക് നിശ്ചിത അവസ്ഥ പറയാത്തതുകൊണ്ട് അവിടെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നില്ല. രണ്ടോ രണ്ടിലധികമോ പെൺമക്കളാകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത അവകാശം പറയുന്നത്. ഒരു മകളാണെങ്കിൽ നിശ്ചിത അവകാശം വരുന്നുണ്ട്. അപ്പോൾ പെൺമക്കളുടെ ഏറ്റവും വലിയ പങ്കാളിത്തം എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ പെൺമക്കൾ ഒരേ സാഹചര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാറ്റേൺ ആണ്, പാറ്റേണിന്റെ ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. മാതാവിന് 1/6 കൊടുക്കണം, പിതാവിന് 1/6 കൊടുക്കണം, രണ്ടോ അധികമോ പെൺമക്കളാണെങ്കിൽ 3/2 കൊടുക്കണം. അപ്പൊ ഇത് മൂന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ആ ഓഹരി വെക്കേണ്ട സ്വത്ത് ആ ഒന്നിനെയാണല്ലോ ഓഹരി വെക്കേണ്ടത്. ആ ഒന്നില് ഒരു തരത്തിലും മിച്ചമോ ഒരു തരത്തിലും കമ്മിയോ വരാത്ത രീതിയിൽ ആ ഒന്ന് വളരെ കൃത്യമായി പൂർത്തിയാവുന്നു. ആ ഒന്നിനെ വളരെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു അനന്തരാവകാശ വിഭജനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 11-ാമത്തെ ആയത്തിൽ കാണിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതുപോലെ തന്നെ ഈ ഞാൻ സൂചിപ്പിച്ചു, ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിലക്കും മിച്ചം ഉണ്ടാവുകയില്ല. ആ സാഹചര്യത്തിലെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ശതമാനം പോലും മിച്ചം ഉണ്ടാവുകയില്ല. എന്നാൽ 1% പോലും കമ്മി ഉണ്ടാവുകയില്ല, തികയാത്ത അവസ്ഥ ഉണ്ടാവില്ല, മിച്ചം ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ആദ്യം കാണിച്ചത്. മാതാവിന് 6/1, പിതാവിന് 6/1, രണ്ടോ രണ്ടിലോ പെൺമക്കളാണെങ്കിൽ 3/2. അതേപോലത്തെ മറ്റൊരു പാറ്റേൺ, മറ്റൊരു ഉദാഹരണമാണ് മാതാവും പിതാവും മാത്രം സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം. മറ്റാരുമില്ല, മാതാവുണ്ട്, പിതാവുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ 11-ാമത്തെ ആയത്ത് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാതാവിന് 1/3 എന്നുള്ളതാണ്. 1/3 ബാക്കി മാതാവിന് കൊടുക്കണം, ബാക്കിയുള്ള 2/3 പിതാവിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അവിടെ നമ്മൾ കൂട്ടി നോക്കുക, 3/1 പ്ലസ് 3/2 കൂട്ടിയാൽ 1 എന്നുള്ളതാണ്. അവിടെ ആ പാറ്റേൺ അവിടെ വളരെ കൃത്യമായി, ആ 1 എന്ന് പറയുന്ന പാറ്റേൺ വളരെ കൃത്യമായി ഇവിടെ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, സൂറത്ത് നിസായിലെ 12-ാമത്തെ ആയത്തിലാണ് എന്ത് പറയുന്നത്, ഇണയുടെ അവകാശം. 12-ാമത്തെ ആയത്ത് പറയുന്നത് 2 ഘടകമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഇണയുടെ അവകാശം മാത്രമേ പറയുന്നു. അതിൻ്റെ മറ്റൊരു പകുതിയിൽ രക്തബന്ധുക്കളുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന സഹോദരന്മാരിലേക്ക് അവകാശം പോകുന്ന ഒരു സാഹചര്യം 2-ാം ഘട്ടത്തിൽ പറയുന്നു.
12-ാമത്തെ ആയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇണകളുടെ അവകാശം പറയുന്നു. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കുക, നിസായിലെ 11-ാമത്തെ ആയത്തിൽ മാതാവിന്റെ അവകാശം പറഞ്ഞു, പിതാവിന്റെ അവകാശം പറഞ്ഞു, പെൺമക്കളുടെ അവകാശം പറഞ്ഞു. 12-ാമത്തെ ആയത്തിൽ ഇണയുടെ അവകാശം പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മാതാവുണ്ട്, പിതാവുണ്ട്, 2 പെൺമക്കളുണ്ട്, പ്ലസ് ഭാര്യ കൂടിയുണ്ട്. അപ്പൊ ഈ രണ്ടിനെയും നമ്മൾ 2 ഘട്ടത്തിലായി പറഞ്ഞ കണക്കിനെ രണ്ടിനെയും ഒന്നാക്കി ചേർക്കുന്ന ഒരു ക്രിയ നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമായി മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പാറ്റേൺ ആയിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ അള്ളാഹു സുബ്ഹാനഹു വ തആല 11-ൽ അവതരിപ്പിച്ചു. ആ പാറ്റേണിന്റെ കൂടെ ആ പാറ്റേണിൽ വരാത്ത മറ്റൊരു സാഹചര്യത്തെ നമ്മൾ അതിലേക്ക് കുത്തിക്കയറ്റിയപ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ കോംപ്ലിക്കേഷൻ. അതായത് മാതാവിന്റെ 1/6 പിതാവിന്റെ 1/6 പ്ലസ് പെൺമക്കളുടെ 3/2 പ്ലസ് അതിനോടുകൂടി 12-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഭാര്യയുടെ അവകാശം കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ക്രിയയിൽ തെറ്റി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഒരുപാട് മാത്തമെറ്റിക്കൽസ് നമുക്ക് ഉദാഹരണം കാണിക്കാൻ പറ്റും. ഒരാള് അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരനെ 10 പൊറോട്ട വാങ്ങാൻ വേണ്ടി അയക്കാണ് സങ്കല്പിക്കുക. 10 രൂപ വിലയുള്ള 10 പൊറോട്ട വാങ്ങാൻ വേണ്ടി അയാൾ 500 രൂപ കയ്യിൽ കൊടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിടുകയാണ്. അപ്പോൾ 500 രൂപ കൊണ്ട് കയ്യിൽ കൊടുത്ത് അയാൾ പോയി 10 രൂപ വിലയുള്ള 10 പൊറോട്ട വാങ്ങി കൊണ്ടുവരികയാണെങ്കിൽ ആ കണക്ക് നമ്മൾ ഫോർമുല പ്രകാരം എഴുതുക, 500 മൈനസ് ബ്രാക്കറ്റിൽ 10 × 10. ഇതാണ് ശരിയായ ആ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ അയാൾ കണക്ക് എഴുതുകയാണെങ്കിൽ 10 × 10 ആദ്യം ഗുണിക്കും. നമ്മൾ 10 × 10 എന്ന് പറയുന്നത് 100ആണ്. 500-ന്ന് 100 കുറിച്ചാൽ അയാളുടെ കയ്യിലുണ്ടാവേണ്ട കാശ്, ബാക്കി ഉണ്ടാവേണ്ട കാശ് എന്ന് പറയുന്നത് 400ആണ്. ഇതിന് അദ്ദേഹം കണക്കറിയാതെ ഈ ബ്രാക്കറ്റ്, ആ നേരത്തെ കാണിക്കുന്ന ബ്രാക്കറ്റ് മാത്രം ഒഴിവാക്കിയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? 500 മൈനസ് 10, അത് ഗണിത നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ആദ്യം അത് ചെയ്യാം. 500 മൈനസ് 10 490, 490 × 10 4900 ഉത്തരം വേണമെങ്കിൽ അയാൾക്ക് എഴുതാം. അതെന്തല്ല, അത് ഗണിതമായിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരമല്ല. അദ്ദേഹം ഗണിതക്രിയയെ സമീപിച്ച രീതിയിൽ വന്ന പിശക് മൂലം 400 എന്ന ശരിയുത്തരം ലഭിക്കേണ്ടതിന് പകരം അദ്ദേഹത്തിന് കിട്ടുന്ന ഉത്തരം 4900 ആണ്. അതെന്തല്ല, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉറപ്പാണ്. 500 രൂപ കൊടുത്ത ഒരാൾക്ക് ബാലൻസ് വരുമ്പോൾ 4900 രൂപ ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ കണക്കിനെ സമീപിച്ച രീതിയിൽ, നമ്മൾ ആ കണക്കിനെ സമീപിച്ച അതിൻ്റെ ഓർഡർ നമ്മൾ കണ്ടെത്തിയതിൽ, അതിൻ്റെ പ്രൊസീജിയറിൽ വന്ന പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണത്തിന് മറ്റൊരു കണക്ക് എഴുതുകയാണെങ്കിൽ 100 + 5 × 10 - 3, അത് ശരിയായ കണക്കിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് കണക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യം ചെയ്യേണ്ടത് 10 - 3 എന്ന് പറയുന്ന കണക്കാണ്. 10 - 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 പിന്നെ രണ്ടാം ചെയ്യേണ്ട കണക്ക് 7 × 5 35. 35 + 100 = 135 കിട്ടും. ഇതാണ് ശരിയായിട്ടുള്ള കണക്ക്. ഇനി ഈ ഒരാൾ ഈ ഒരു കണക്കിനെ അവിടെ കാണിക്കുന്ന 10 - 3ന്റെ ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു വിചാരിക്കുക. മറ്റൊന്നുമില്ല, ഒരു ക്രെയും മാറുന്നില്ല. 10 പ്ലസിന്റെ അടുത്ത് പ്ലസ് തന്നെയാണ്, 5ന്റെ അപ്പുറം ഇൻറ്റു തന്നെയാണ്, 10 ഉള്ളത് 10 തന്നെയാണ്. അവിടുത്തെ അപ്പുറത്തെ മൈനസ് മാറ്റുന്നില്ല, 3 മാറ്റുന്നില്ല, ഫിഗറോ ക്രിയോ ഒന്നും മാറ്റുന്നില്ല. ആകെ കൂടിയാണ് മാറ്റുന്നുള്ളത് ആ 10 - 3 എന്നുണ്ടായിരുന്ന ഒരു കോമൺ ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോണ്ടാവുന്ന കണക്ക് നമ്മൾ നോക്കുക. 100 + 5 × 10 മൈനസ് എന്ന് പറയുമ്പോൾ 147 എന്ന ഉത്തരമാണ് അദ്ദേഹത്തിന് കിട്ടുക. അതായത് 135 എന്ന് പറയുന്ന ഉത്തരം ശരി ഉത്തരം കിട്ടേണ്ടതിന് പകരം അദ്ദേഹത്തിന് കിട്ടുന്ന ഉത്തരം 147 ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ഗണിതത്തിന്റെ ആ ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്ന ആ ബ്രാക്കറ്റ് അദ്ദേഹം സ്വയം ഒഴിവാക്കുമ്പോൾ സംഭവിച്ച ഒരു പിശകാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ 11-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പാറ്റേണുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിന്റെ കൂടെ അതിന്റെ കൂടെ ചേരാത്ത മറ്റൊരു കണക്ക് കൂടി നമ്മൾ 12-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഇണയുടെ മറ്റൊരു കണക്ക് കൂടി നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് നമുക്ക് ഇതേ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ഗണിതപരമായിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞ സംഗതികൾ വേറെ തന്നെ കണക്ക് ചെയ്യേണ്ടതിന് പകരം നമ്മൾ അതിന് ചെയ്യാതെ അതിലേക്ക് മറ്റൊരു കണക്ക് കൂട്ടുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. ഇതിന് ഗണിതപരമായിട്ടുള്ള മറ്റൊരു തെളിവ് കൂടിയാണ് ഈ ആയത്ത്. ഈ 11-ാമത്തെ ആയത്തിൽ തന്നെയുള്ള ഒരു കഷ്ടമാണ് ഇത്. ഫഇല്ലം യകുല്ലഹു വവരിസഹു അബവാഹു ഫലിയുമ്മിഹി സുലുസു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മക്കളുണ്ടെങ്കിലുള്ള സാഹചര്യങ്ങൾ, മക്കളുണ്ടെങ്കിലുള്ള അനന്തരാവകാശ നിയമങ്ങൾ ആദ്യം പ്രസ്താവിച്ചു.
അതിനുശേഷം അതിനൊരു കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയാണ് ഫൈല്ലം വെക്കുല്ലോ, മക്കളില്ല, അതിന് അദ്ദേഹത്തിന് മക്കളില്ലെങ്കിൽ വരിസവും അപവാവും, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അനന്തരം എടുക്കും എന്നാണ് പറയുന്നത്. വരിസവു അപവാവ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അനന്തരം എടുക്കും. അത് പൂർണ്ണമായിട്ടും എന്താണോ ഓഹരി വെക്കേണ്ടത് ആ ഓഹരി വെക്കേണ്ട സാധനം പൂർണ്ണമായും മാതാപിതാക്കൾ അനന്തരം എടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഫലുമ്മി സുലുസു, ഉമ്മക്ക് മാത്രം 1/3 കൊടുത്താൽ മതി, മാതാപിതാക്കൾ പൂർണ്ണമായി അനന്തരം എടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഉമ്മക്ക് അതിൽ നിന്ന് 1/3 കൊടുത്താൽ മതി എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ അനന്തരം വെക്കേണ്ട സ്വത്ത് മുഴുവൻ മാതാപിതാക്കളിലേക്ക് പോവുകയാണ്. അപ്പോൾ അള്ളാഹു അവിടെ ഒരിക്കലും ഇണയുടെ അവകാശം അവിടെ പരാമർശിക്കുന്നേയില്ല. അള്ളാഹ്ക്ക് മറക്കൂലല്ലോ. അള്ളാഹ് ഇവിടെ ഇണയുടെ അവകാശം കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അള്ളാഹ് എന്താണ് പറഞ്ഞത്? ഈ കൂട്ടത്തിൽ ഇണയുടെ അവകാശം കൂടി പറയണ്ടേ? വരിസവു എന്ന് പറഞ്ഞാൽ അറബി അറിയാം, മാതാപിതാക്കൾ അനന്തരമെടുക്കും. അപ്പൊ മറ്റൊരാൾക്കും അവിടെ ബാക്കിയില്ല, മറ്റൊരാൾക്കും ബാക്കിയില്ലാത്ത രൂപത്തിൽ മാതാപിതാക്കളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കണക്കിന്റെ തെളിവുകളല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച കുറേ വാക്കുകൾ, കുറേ രീതികൾ, ഇത്തരത്തിൽ ഇനി ഒരുപാട് വാക്കുകൾ ഈ രീതിയിൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്നും ആ പാറ്റേണിലേക്ക് അതിൽ പെടാത്ത മറ്റൊരു സംഗതികൾ നമ്മൾ തിരികെ കയറ്റിയതാണ് പ്രശ്നമുണ്ടാക്കിയതും എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാത്തമാറ്റിക്സിന്റെ നിയമം ഞാൻ നേരത്തെ പറഞ്ഞു. മാത്തമാറ്റിക്സിന്റെ ചില നിയമങ്ങളുണ്ട്. ബ്രാക്കറ്റിൽ ഒരു കുറേ ക്രിയകൾ വരുന്ന ഒരു സങ്കീർണമായ ക്രിയയാണെങ്കിൽ അതിൽ ക്രിയ ചെയ്യുന്ന സമയത്ത് അതിന് പ്രാമുഖ്യം നൽകേണ്ട ഒരു രീതിയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണക്കിൽ പഠിച്ചത്. ബ്രാക്കറ്റുകളിലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിൽ പെടുന്ന കണക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ക്രിയ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന സംഗതി നമുക്ക് അത്ര ആവശ്യമുള്ള സംഗതിയല്ല. ഇപ്പോൾ അരണമാണെങ്കിലും ഗുണമാണെങ്കിലും അതിന് ശേഷം ചെയ്യണം, അതിനുശേഷമാണ് മറ്റിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഓർഡറുകൾ ഉണ്ടെങ്കിൽ, ഓർഡർ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട്, ഇതൊക്കെ ബ്രാക്കറ്റ് കഴിഞ്ഞ് ഓർഡറാണ്. ഓർഡർ കഴിഞ്ഞിട്ടാണ് അരണവും മൾട്ടിപ്ലിക്കേഷനൊക്കെ വരിക, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ വരിക. അതിനുശേഷമാണ് കൂട്ടാനുള്ളതും കുറക്കാനുള്ളതും. ഇത് ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു നിയമമാണ്. ബോർഡ് മാത്സ് മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്, പല പേരുകളിലുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഗണിതക്രിയ ചെയ്യാനുള്ള ഒരു രീതിയാണ്, അതിൻ്റെ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും. ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതിൻ്റെ ഇതുപോലെ നമ്മൾ ഈ കോംപ്ലക്സ് ഇല്ലാതെ ക്രിയ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മൾ കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മാതാവ്, പിതാവ്, 2 പെൺമക്കള്, ഭാര്യ എന്നിവർക്ക് 1,20,000 രൂപയാണ് സ്വത്ത് വിധിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിൽ പെടുന്നത്, അതോ 11ാമത്തെ പാറ്റേണിൽ വരാത്ത 12ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച ഇണയുടെ അവകാശം ആദ്യം മാറ്റിവെക്കുക എന്ന് പറയുന്നതാണ് ഇന്നിന്റെ ഗണിതപരമായിട്ടുള്ള യാഥാർത്ഥ്യം. അതിന്റെ ശരി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ സാഹചര്യം അതേ സാഹചര്യമാണ്. 1,20,000 രൂപയുണ്ട്. ആ 1,20,000 രൂപയിൽ നിന്ന് ഭാര്യയുടെ അവകാശമായിട്ടുള്ള 8 പറയുമ്പോൾ 15,000 രൂപ വരും. ആ 15,000 രൂപ 1,05,000 നിന്ന് കുറച്ച് ബാക്കിയുള്ള 1,05,000 യഥാർത്ഥത്തിൽ മാതാവിനും പിതാവിനും അതുപോലെ തന്നെ 2 പെൺമക്കൾക്കുമായി ഓഹരി വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ആ മാത്തമാറ്റിക്കലായിട്ടുള്ള അതിൻ്റെ അപ്രോച്ച് പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഭാര്യയുടെ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുകയല്ല, ഇണയുടെ അവകാശം 12ാമത്തെ ആയത്തിൽ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് ആ ഇണയുടെ അവകാശം മാറ്റിവെച്ചതിന് ശേഷമാണ് 11 പാറ്റേണുകൾ. അത് 11 ഒരുപാട് പാറ്റേണുകൾ വരുന്നുണ്ട്. പുസ്തകത്തിൽ ഒരുപാട് പാറ്റേണുകൾ ചിത്രം വെച്ച് തന്നെ കാണിക്കുന്നുണ്ട്. 1-2 ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഏത് പാറ്റേൺ ആണെങ്കിലും ആ പാറ്റേണിലേക്ക് പോവേണ്ടത് ഈ 12ാമത്തെ ആയത്തിൽ പറഞ്ഞ ഇണയുടെ അവകാശം മാറ്റിവെച്ചുകൊണ്ടാണ്. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ നോക്കുക, വളരെ കൃത്യമായിട്ട് നമുക്ക് അത് പരിഹരിക്കാൻ കഴിയും. ഭാര്യയുടെ അവകാശം ആദ്യം 8 15,000 രൂപ മാറ്റിവെക്കുന്നു. പിന്നെ ഉണ്ടാവുന്നത് മാതാവിന് 1,05,000 6 17,500 വരും. അതുപോലെ തന്നെ പിതാവിന് 1,20,000 6 പറയുന്ന അത് 17,500 വരും. ബാക്കി 1,05,000 3 എന്ന് പറയുന്ന 70,000 വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഒരു നിലക്കും മിച്ചമോ ഒരു നിലക്കും കമ്മിയോ വരാത്ത ഒരു കണക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഖുർആന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു അമാനുഷിക തന്നെയാണ് ഈ അനന്തരാവകാശ നിയമം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, 12ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ മുമ്പിൽ വെച്ചുള്ളത്. 12ാമത്തെ ആയത്ത് തുടങ്ങുന്ന തന്നെ 11ാമത്തെ ആയത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മക്കളുണ്ടെങ്കിൽ, മക്കളില്ലെങ്കിൽ, അതുപോലെ തന്നെ മക്കളില്ലാത്ത അവസ്ഥയിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള
പാറ്റേണുകൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചു. എന്നിട്ട് 12ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒലക്കും നിസ്ഫു മാതറക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് വാവ് എന്ന് പറയുന്ന ഒരു ആൻഡ് കൂടി ഇത്രയൊക്കെ ഈ പാറ്റേൺ കൂടാതെ എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഒലക്കും നിസ്ഫു മാതറക്ക അസ്വാജിക്കും, നിങ്ങളുടെ ഇണ വിട്ടേച്ച് പോകുന്നതിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് ഇത്ര അവകാശം, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഇത്ര അവകാശം നിങ്ങൾക്കല്ല അവർക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 4 അവകാശം, അവർക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് 2 അവകാശം, നിങ്ങൾ വിട്ടുവെച്ച് പോകുന്നതിൽ നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ അവർക്ക് 4 അവകാശം, മക്കളുണ്ടെങ്കിൽ അവർക്ക് 8 അവകാശം. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ഇതിൽ മറ്റൊരു സംഗതി കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് 11ാമത്തെ ആയത്തിൽ പറഞ്ഞ ഓരോ സംഗതി, ഇപ്പോൾ ഒരാളുടെ മക്കളുടെ അവകാശമാണെങ്കിലും പിതാവിന്റെ അവകാശമാണെങ്കിലും മാതാവിന്റെ അവകാശമൊക്കെ ആകുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പിന്നെ എന്താണ്, പിന്നെ തേർഡ് പേഴ്സൺ എന്ന നിലക്കാണ്. അതായത് അവൻ അവൾ എന്ന രീതിയിലുള്ള ഒരു പിന്നെ സിസ്റ്റമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ടേമാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഇണയുടെ അവകാശം പറയുമ്പോൾ നേർക്ക് നേരെ പറയാണ്, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ ഇണകൾക്ക് ഇത്ര അവകാശം, നിങ്ങളുടെ ഇണ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നുള്ളത് വളരെ ഇതായിട്ടുള്ള ഫസ്റ്റ് പേഴ്സണായിട്ട് വളരെ ഇതായിട്ട് നേർക്ക് നേരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ നേർക്ക് പറഞ്ഞതിന്റെ ശേഷം എന്താണോ അതിന് മറ്റൊരു പാറ്റേൺ ആയി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കും, അതിന് വേറെ തന്നെ ഓഹരി വെക്കുകയും ചെയ്യാന്നുള്ളതാണ് ഭാര്യ ഇണയുടെ അവകാശം ഇവിടെ പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 176ാമത്തെ ആയത്തിൽ 176ാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണിക്കും. അവിടെ രക്തബന്ധുക്കളുടെ അഭാവത്തിൽ സഹോദരന്മാർക്ക് അവകാശം പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയും, യസ്തഫ്തൂനക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഒരു സ്ത്രീ മരണപ്പെടുന്നു, ആ സ്ത്രീ മരണപ്പെടുന്ന സമയത്ത് മറ്റാരുമില്ല, ഒരു സഹോദരനാണെങ്കിൽ എങ്കിൽ വഹുവ യരിസുവ, നേരത്തെ വരിസവു അബവാവു എന്ന് അല്ലാഹു പറഞ്ഞ അതേ വാക്കാണ്. മാതാപിതാക്കൾ അനന്തരമെടുക്കും എന്ന് 11ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ അതേ ഒരു ടേമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. വഹുവ അവൻ യരിസുഹ അവളെ അനന്തരമെടുക്കും. അതായത് ആ സഹോദരന് ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള സഹോദരന് ആ സ്ത്രീ സഹോദരിയായിട്ടുള്ള സ്ത്രീ മരണപ്പെടുന്ന പോകുന്ന സമയത്ത് എന്താണോ അവശേഷിക്കുന്നത്, അനന്തരമെടുക്കാൻ എന്താണോ അവശേഷിക്കുന്നത് അതിനെ വഹുവ യരിസുവ അനന്തരമെടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ആലോചിക്കുന്ന സംഗതി, ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയുടെ അവകാശത്തെ അതിൽ ചേർത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ സംഗതികൾ അവകാശങ്ങൾ ഓഹരി വെക്കേണ്ട സമയത്ത് മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. കടമുണ്ടെങ്കിൽ മാറ്റിവെക്കണം, വസിയത്തുണ്ട് മാറ്റിവെക്കണം എന്നതുപോലെ തന്നെ ഇണയുടെ അവകാശവും എന്താണോ ഉള്ളത് അത് മാറ്റിവെച്ചതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വഹുവ യരിസുവ എന്ന് അള്ളാഹുവിന് ഒരിക്കലും പറയാൻ കഴിയില്ല. അവൻ അവളെ അനന്തരം എടുക്കും എന്ന് പറയണമെങ്കിൽ അവിടെ മറ്റൊരു അവകാശം അവിടെ ഇല്ലാതിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇണ ഉണ്ടാവാമല്ലോ. അതിനർത്ഥം ഇണയുടെ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞു, ബ്രാക്കറ്റിൽ പറഞ്ഞ പോലെ അത് വേറൊരു തലത്തിൽ തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, 11ാമത്തെ ആയത്തിൽ രക്തബന്ധുക്കളുടെ ഒരുപാട് സാഹചര്യങ്ങൾ വിശദീകരിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫരീളത്തു മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഫറായിദിന്റെ നിയമങ്ങളാണ് എന്നാണ് പറയുന്നത്. ഈ 12ാമത്തെ ആയത്തിൽ ഇണകളുടെ അവകാശം പറഞ്ഞ സമയത്ത് അള്ളാഹ് അവിടെ ഫരീദത്ത് എന്നല്ല പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് മാറ്റിവെക്കാൻ പറഞ്ഞ വസിയത്ത് എന്ന പദമാണ്. വസിയത്തു മിനല്ലാഹ് എന്നാണ് 12ാമത്തെ ആയത്തിൽ അവകാശികളുടെ അവകാശത്ത് പറഞ്ഞതിന്റെ അവസാനമായി പറയുന്നത് വസിയത്തു മിനല്ലാഹ്. വാങ്ങണം. ഇനി നമ്മൾ നേരത്തെ ഔല് ചെയ്യുന്ന ഒരു രീതി നേരത്തെ നമ്മൾ സൂചിപ്പിക്കണ്ടായി. അപ്പോൾ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഇണയുടെ അവകാശം മാറ്റിവെക്കണം എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഒരു സ്ത്രീ മക്കളില്ലാത്ത രീതിയിൽ മരണപ്പെടുന്നു. അപ്പോൾ ഇണയുടെ അവകാശം ആദ്യം മാറ്റി നിർത്തുന്നില്ലെങ്കിൽ ഇണയ്ക്കുണ്ടാവുന്ന അവകാശം എന്ന് പറയുന്നത് പകുതിയാണ്. മക്കളില്ലാത്ത സ്ത്രീക്ക് ഇണക്കുണ്ടാവുന്ന ഭർത്താവിന് ഉണ്ടാവുന്ന അവകാശം പകുതിയാണ്, 2/1. അതുപോലെ തന്നെ മക്കളില്ലാത്ത സ്ത്രീക്ക് മാതാവിന് കിട്ടേണ്ട അവകാശം 3/1. പിന്നെ പിതാവിന് ബാക്കി എന്നുള്ളതാണ്. കാരണം അപവാവ് എന്താണ്
വരിസവും അഭാവവും എന്നുള്ള പറഞ്ഞുകൊണ്ട് മറ്റു പുറത്തേക്കാർക്കും പോകില്ല. മാതാപിതാക്കളിൽ ആ അവകാശം പൂർണ്ണമായും നിലകൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇണയുടെ അവകാശം നമ്മൾ 2/1 എഴുതി, പ്ലസ് മാതാവിൻ്റെ അവകാശം 3/1, പ്ലസ് പിതാവിൻ്റെ എത്രയാണ് നമുക്ക് കൃത്യമില്ലാത്തതുകൊണ്ട് പ്ലസ് y = 1. കാരണം ഈ 1 എന്ന ഒന്നിനെ മാത്രമേ നമുക്ക് ഓഹരി വെക്കാൻ കഴിയുള്ളൂ. ഒന്നിനേക്കാളപ്പുറം സ്വത്തില്ലല്ലോ. അനന്തരം ഓഹരി വെക്കേണ്ട സ്വത്ത് എന്ന് പറയുന്നത് ഒരു ഒന്നിനാണ്. ആ 1ന്റെ 1/3 മാതാവിന് കൊടുക്കണം. ആ 1ന്റെ 1/2 അഥവാ പകുതി ഭർത്താവിന് കൊടുക്കണം. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പിതാവിന് കിട്ടുന്ന എത്രയാണ്? 1/3, 1/2 + 1/3 എന്ന് പറയുമ്പോൾ 3/6 + 2/6, പിന്നെ പിതാവിന് കിട്ടുന്നത് വെറും 6/1 എന്നുള്ളതാണ്. മാതാവിന് കിട്ടുന്നത് 3/1 കിട്ടും. ഭാര്യക്ക് പിന്നെ പകുതി കിട്ടും. പിതാവിന് കിട്ടുന്നത് എത്രയാണ്? മാതാവിന് കിട്ടിയതിൻ്റെയും നേരെ പകുതിയാണ്. 6/1 പിതാവിന് കിട്ടുക എന്ന് പറഞ്ഞത്. ഇതിനൊരു കോംപ്ലിക്കേഷൻ മനസ്സിലാക്കുക, ഒരു ലോജിക് ഇല്ലായ്മ. ഉമ്മയ്ക്ക് കിട്ടിയ അള്ള പറഞ്ഞെന്താണ്? വരിസവും അപവാവും, മാതാപിതാക്കൾ അനന്തരം നിൽക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഫലി ഉമ്മി സുലുസു, അങ്ങനെ എടുക്കുന്ന സമയത്ത് ഉമ്മക്ക് 3 കൊടുത്താൽ മതി, ബാക്കിയുള്ള ഉപ്പാക്ക് എന്നുള്ളതാണ്. ഉപ്പാക്ക് കൂടുതലാക്കി ആ ഇസ്ലാമിന്റെ രീതി അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ മറ്റൊരു വിഷയമാണ്. ഇസ്ലാമിലെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് എപ്പോഴും പുരുഷന്മാർക്ക് തന്നെയാണ്. അനന്തരം എടുക്കുന്ന സമയത്തും അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആണിന് പെണ്ണിന്റെ ഇരട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിവിലേജ് തന്നെയാണ്. ആ പ്രിവിലേജ് എന്തുകൊണ്ട് എന്നുള്ളത് അതിന് വ്യത്യസ്തമായിട്ടുള്ള മറുപടികൾ നമ്മുടെ പണ്ഡിതന്മാർ പലപ്പോഴും പല വേദികൾ പറയാറുണ്ട്. അതിലേക്കാണ് ഞാനത് പോകാത്തത്. നമ്മുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ആ ഒരു ഇതിന്റെ പക്ഷെ ഇവിടെ കിട്ടുന്നത് എന്താണ്? ഇവിടെ കിട്ടുന്നത് പിതാവിന് മാതാവിന്റെ പകുതി എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ലോജിക്കല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇങ്ങനൊരു കേസും ഉമറുല്ലാന്റെ കാലഘട്ടത്തിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഉമറുല്ലാന്റെ കാലത്ത് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇണയുടെ അവകാശം ആദ്യം മാറ്റി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇണയുടെ അവകാശം നേരെ പകുതി ആദ്യം ഭർത്താവിന് കൊടുത്തു. ബാക്കി ഉണ്ടായതിൻ്റെ 3/1 ഉമ്മയ്ക്ക് കൊടുത്തിട്ട് ബാക്കി ഉണ്ടായതിൻ്റെ അപ്പോൾ 3/2 ബാക്കിയാവും. ബാക്കി ഉണ്ടായതിൻ്റെ 3/2 ബാക്കിയാവും. ആ 3/2 പിതാവിന് കൊടുക്കുന്ന ഒരു ഉമരിയ മസല എന്ന രീതിയിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇണയുടെ അവകാശം മാറ്റിവെക്കുന്നതിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കണക്കിന് അതിന് മാത്തമാറ്റിക്കലായിട്ടുള്ള മറ്റൊരു സപ്പോർട്ട് കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. മാത്തമാറ്റിക്സ് പഠിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവാം. പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു സംഖ്യയോട് അതേ സംഖ്യ കൂട്ടുമഴ, അങ്ങനെ അതിൻ്റെ ഒരു ശ്രേണിയാണ് പ്രോഗ്രഷൻ. ഇപ്പോൾ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞാൽ അതൊരു ശ്രേണിയാണ്. അതിൻ്റെ അടുത്ത സംഖ്യ എന്തായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയും. 2, 4, 8, 10 എന്ന് പറയുന്ന ഒരു ശ്രേണിയാണെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടം 12 ആയിരിക്കും. കാരണം ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും 2 ആഡ് ആയിക്കൊണ്ട് പോകുന്ന ഒരു പ്രോഗ്രഷനാണിത്. അതുപോലെ 3ൻ്റെയോ 4ൻ്റെയോ 5ൻ്റെയോ പ്രോഗ്രഷൻ ആക്കാം. ഇപ്പൊ 5, 10, 15, 20 എന്ന് പറയുന്ന ഒരു 5ൻ്റെ ആഡായിക്കൊണ്ടുവന്ന പോകുന്ന അരിത്മെറ്റിക്കൽ പ്രോഗ്രഷനാണ്. അപ്പൊ അതിന്റെ 5, 10, 15, 20 കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്ന 25ആണ്. അതിനാണ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുണന രൂപത്തിലുള്ള പ്രോഗ്രഷൻ ഉണ്ട്. ഇപ്പോൾ 2 കൊണ്ട് ഗുണിക്കുന്നത്, 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരേ രൂപത്തിൽ ഒരു സംഖ്യയുടെ 2 കൊണ്ട് ഗുണിച്ചു, അതിന് 2 കൊണ്ട് ഗുണിക്കുന്നു, അടുത്ത ഘട്ടത്തിൽ അതിന്റെ അടുത്തതിൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ അതിന് ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവകാശങ്ങൾ പറയുന്നത്, ഉമ്മയുടെ അവകാശം പറഞ്ഞാൽ ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ടുള്ള അരിത്മെറ്റിക്കൽ പ്രോഗ്രഷൻ ഇവിടെ കാണാൻ കഴിയും. അതായത് ആദ്യം പറഞ്ഞ ഒരു അവകാശം 6/1 6/1 അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഉണ്ടാകുന്ന അവകാശം, മാതാവിന് ഉണ്ടാകുന്ന അവകാശം അല്ലെങ്കിൽ 6/1 അല്ലെങ്കിൽ 3/1 6/1 കൂടി നേരെ മറ്റൊരു 6/1 കൂടുമ്പോഴാണ് 3/1 ആവുന്നത്. അപ്പോൾ ആദ്യം 6/1, പിന്നെ 6/2. ഇത് എന്താണ്? ഒരു വളരെ കൃത്യമായിട്ടുള്ള അരിത്മെറ്റിക്കൽ പ്രോഗ്രഷൻ. ഇനി അത് നിങ്ങൾ വേണമെങ്കിൽ 2 ഉള്ളൂ എന്ന് പറയാം. ഇനി പിതാവിൻ്റെ ആണെങ്കിൽ പിതാവിന് അവകാശം കിട്ടുന്ന 6 സാഹചര്യങ്ങളുണ്ട്. ഈ 6 സാഹചര്യങ്ങളും വളരെ കൃത്യമായി 6/1, 6/2, 6/3, 6/4, 6/5, 6/6 ഇത് ഇത്തരത്തിലല്ലാത്ത ഒരു സാഹചര്യം ഇല്ല. പിതാവിന് അവകാശങ്ങൾ കിട്ടുന്ന വളരെ കൃത്യമായിട്ടുള്ള 6 ഇതൊക്കെ ആ 11ാമത്തെ ആയത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സംഗതികളാണ്. 11ാമത്തെ ആയത്തിൽ നിന്ന് ഡെറിവ് ചെയ്തെടുക്കുന്ന സംഗതികളാണ്. അതിൽ വളരെ കൃത്യമായിട്ട് കിട്ടുന്ന സംഗതികൾ പിതാവിന് കിട്ടുന്ന 6 സാഹചര്യങ്ങളും ഈ രീതിയിലാണ്. അപ്പോൾ അത് നിങ്ങൾ ഓരോന്ന് നോക്കാം. അതിൽ ഓരോന്നും 1/6 ആഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മാത്തമാറ്റിക്കൽ അരിത്മെറ്റിക്കൽ പ്രോഗ്രഷൻ ഒരു കാണാൻ കഴിയും. ഇതിന് പകരം നമ്മൾ ഔലുണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ അരിത്മെറ്റിക്കൽ പ്രോഗ്രഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? അതിൽ കിട്ടുന്നത് ഓരോ സമയത്ത് ഓരോ സംഖ്യ ആയിരിക്കും. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു
നിശ്ചിതമായിട്ടുള്ള ഒരു അളവല്ല കിട്ടുന്നത്. എന്താണോ ബാക്കിയാവുന്നത് അത് എന്നാണ് പറയുന്നത്. ഔലുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാവിന് 3-1 കിട്ടിയ സ്ഥിതിക്ക് പിതാവിന് 6-1 കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പല ഘട്ടത്തിലും ഔല് പ്രകാരമാണ് നമ്മൾ ഓഹരി വെക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷന് കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് അള്ളാഹ് പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ 11ാമത്തെ ആയത്തിന് അത് വേറെ തന്നെ പാറ്റേൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഇത് അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷന്. ഇനി അതുപോലെ തന്നെ ഇണയുടെ അവകാശം അള്ളാഹ് കാണിക്കുന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. ഇണയുടെ അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല അരിത്തമെറ്റിക് പ്രോഗ്രഷനല്ല കൊടുത്തിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്തബന്ധങ്ങളുടെ അവകാശത്തിന്റെ കാര്യത്തിലും എണ്ണകളുടെ അവകാശത്തിന്റെ കാര്യത്തിലും വേർതിരിവ് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എണ്ണയുടെ അവകാശം അള്ളാഹ് കൊടുക്കുന്നത് ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ ആയിട്ടാണ്. ആദ്യം കൊടുക്കുന്നത് 1/8, ഏറ്റവും മിനിമം 8/1 8/1 1/8. ഇനി അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4/1 ആവുന്നത്. ആ 4/1 വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവുന്നു? 2/1 1/2 ആവുന്നു, 2/1 ആവുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള 2 കൊണ്ട് ഗുണിക്കുന്ന ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ ഇത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതും നമ്മൾ ഔല് പ്രകാരം ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഇത് കീപ്പ് ചെയ്യൂല. അവിടെ നമ്മൾ പല കണക്കുകൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളായി നമ്മൾ ആപ്പിൾ 3.6 ഓഹരി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു നിശ്ചിതമല്ലാത്ത അവസ്ഥയാണ് അപ്പോഴുണ്ടാവുക എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മാത്തമെറ്റിക്കലായിട്ടും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള അള്ളാഹുവിൻ്റെ തന്നെ ഒരുപാട് വചനങ്ങളുടെ അടിസ്ഥാനത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 11ാമത്തെ ആയത്തിൽ പറയുന്ന വരിസവു അബവാവു അവിടെ മാതാപിതാക്കൾ അനന്തരക്കും എന്ന് പറയുമ്പോൾ അള്ളാഹ് അവിടെ ഇണയുടെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ 176 വഹുവ എരിസുവ എന്ന് പറയുമ്പോഴും അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണയുടെ അവകാശം അവിടെ പരിഗണിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഫരീദത്തും മിൻ അല്ലാഹ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് രക്തബന്ധുക്കളുടെ അവകാശങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ അതിനോട് ചേരാത്ത ഇണയുടെ അവകാശം പുറത്തു നിന്ന് കൂട്ടുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അതല്ലാത്ത ഒരു കാരണവശാലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇത്രമാത്രം കൃത്യമായിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ പ്രോഗ്രഷനും അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനും മുഹമ്മദ് ഒരു മനുഷ്യനിലേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മുഹമ്മദിനേക്കാൾ വലിയ ദൈവമാണുള്ളത്. ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് ഇത്ര കൃത്യമായിട്ടുള്ള ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനും ജിയോമെട്രിക്കൽ പ്രോഗ്രഷനും ഉൾക്കൊള്ളുന്ന ഒരു ഗണിത നിയമം അതും പലപ്പോഴായിട്ട് അവതരിപ്പിച്ച കണക്കിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ മുഹമ്മദിനേക്കാൾ വലിയ ദൈവമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അത് അത്ര വലിയ മാറ്റം നമുക്ക് പോലും ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഗതി കിട്ടുന്ന ഇതിനെക്കുറിച്ച് വളരെ അവഗാമായ രീതിയിൽ പഠനം നടത്തുമ്പോഴാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഖുർആനിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ തന്നെ ഖുർആന്റെ അമാനുഷികകൾ ഏറ്റവും വലിയ തെളിവാണ്. ഒരാൾ വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഖുർആന്റെ അനന്തരാവകാശ നിയമങ്ങൾ പഠനം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവന് ദൈവത്തിലേക്ക് അവൻ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള വളരെ മാത്തമാറ്റിക്കൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള കണക്കാണ് അള്ളാഹ് അവതരിപ്പിച്ചത്. ആ കണക്കിനെയാണ് ഈ അറിയാത്ത വിമർശകർ അവർ കണക്ക് പഠിക്കാതെ അല്ലെങ്കിൽ അള്ളാഹ് അവതരിപ്പിച്ച കണക്ക് നമ്മളെന്ത് പറഞ്ഞാൽ അവർ നോക്കണ്ടില്ലല്ലോ. നമ്മളെ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്ന അവർ നോക്കേണ്ടത്? അവർ നോക്കേണ്ടത് എന്താണ്? ഖുർആനാണ്. അവർ ഖുർആൻ വിമർശിക്കുമ്പോൾ അവർ നോക്കേണ്ടത് ഖുർആനിലെ കണക്കാണ്. മുസ്ലിം ലോകത്ത് എന്ത് അതിനെ പിന്തുടരുന്നു, മുസ്ലിം ലോകത്തുള്ള കണക്ക് എന്താണെന്ന് ഒരിക്കലും ഖുർആനെയാണ് വിമർശിക്കുന്നതെങ്കിൽ അവർ പഠിക്കാൻ ശ്രമിക്കുന്നത് ഖുർആനെയായിരുന്നു. ഖുർആനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് ഖുർആൻ കാണിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഔലും മറ്റുണ്ടാവുന്ന ന്യൂനതകൾ 1-2 സംഗതികൾ പറയാം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഒരു സ്ത്രീ മരണപ്പെടുന്ന സമയത്ത് സഹോദരിമാർ മാത്രമാണ് വരുത്തോളി. സഹോദരിമാർ മാത്രമാണ് ഉള്ളത്, മറ്റാരുമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഭർത്താവിന് 2-1 അവകാശം കൊടുക്കണം, പകുതി അവകാശം കൊടുക്കണം. സഹോദരിമാർക്ക് 3-2 അവകാശമാണ് 176 അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ 3-2 2-1 കൂടുമ്പോൾ ഒന്നിലേക്കാളും കൂടുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഇണയുടെ അവകാശം മാറ്റിവെക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്നില്ല. ഇണയുടെ അവകാശം മാറ്റിവെക്കാതെ ഔലിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനാണ് ഇതുകൂടി. അങ്ങനെയുള്ള സമയത്ത് സഹോദരിമാർക്ക് കിട്ടുന്ന അവകാശം എന്ന് പറയുന്നത് ഔലുണ്ടാക്കുമ്പോൾ കിട്ടുന്നത് 1,20,000 നേരത്തെ പറഞ്ഞ അതേ സംഖ്യ തന്നെ ഉദാഹരണം പോവുകയാണെങ്കിൽ 68,571 രൂപ സഹോദരിമാർക്ക് കിട്ടും. 3-2 2-1 ഔല് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഇതേ സാഹചര്യത്തിൽ 2 സഹോദരിമാർക്ക് പകരം 2 സഹോദരന്മാരാണെങ്കിൽ നേരത്തെ ഈ കേസിൽ 2 സഹോദരിമാർ, ഈ സഹോദരിമാർക്ക് പകരം 2 സഹോദരന്മാരാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് വെറും 60,000 രൂപയാണ്.
അതായത് 2 സഹോദരിമാർക്ക് കിട്ടുന്ന 68,000 സംതിങ്ങും ഒഹ്വ എരിസുവ എന്നുള്ള പറഞ്ഞ അവരനന്തരം എടുക്കും പൂർണ്ണ എടുക്കും എന്ന് പറഞ്ഞ സഹോദരന്മാർക്ക് കിട്ടുന്നത് അതിനേക്കാളും തുലവും കുറഞ്ഞ 60,000 രൂപയാണ്. ഇതൊരിക്കലും ലോജിക്കലല്ലോ. അപ്പോൾ ഔലിൻ്റെ ഒരു ആ രീതിയിലുള്ള ന്യൂനതകൾക്കുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. മറ്റൊരു ഉദാഹരണമാണ് ഈ ഇതിൽ കാണിക്കുന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ, അതായത് മരണപ്പെടുമ്പോൾ മാതാവുണ്ട്, പിതാവുണ്ട്, 2 പെൺമക്കളുണ്ട്. ആ കേസിൽ പെൺമക്കൾക്ക് കിട്ടുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സംഖ്യയാണ് അതേ സാഹചര്യത്തിലുള്ള 2 ആൺമക്കളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ന്യൂനതകൾ, ഇത് പുസ്തകത്തിൽ കാണിക്കുന്ന സംഗതിയാണ് ടാബ്ലറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഔലിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ന്യൂനതകൾ നമുക്ക് ഈ രീതിയിൽ മാത്തമെറ്റിക്കൽ ന്യൂനതയായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും സംഗതികളാണ് നമുക്ക് ഈ സെഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സംഗതിയാണ് ഖുർആൻ്റെ അതിൻ്റെ തനതായ രീതിയിൽ പഠനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ യാഥാർത്ഥമായിട്ടുള്ള മാത്തമാറ്റിക്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ആ തൗഫീഖ് അള്ളാഹിനെ കണ്ടെത്താനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.